ഹായ് ഹലോ ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ തന്നെ മുട്ടയോ മൈദയോ ബീറ്ററോ ഓവനോ ഒന്നും വേണ്ട, എസൻസ് ഒന്നും വേണ്ട കേട്ടോ. എളുപ്പത്തിൽ നമുക്ക് വൈകുന്നേരമൊക്കെ കുട്ടികൾക്ക് ചായക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കേക്കിൻ്റെ റെസിപ്പിയാണ്. ഇതിപ്പോൾ നിങ്ങൾ കാണുന്നത് പോലെ തന്നെയാണ്, ഇതുപോലെ നല്ല സ്പോഞ്ച് ആയിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാനിതാ ഒരു കപ്പ് 250 ml കപ്പിലാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. ഒരു കപ്പ് റവയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലോട്ട് അര കപ്പ് പൊടിക്കാത്ത പഞ്ചസാര, പിന്നെ അതിലോട്ട് 4 ഏലക്കയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഏലക്ക അതിൻ്റെ തൊലി കളഞ്ഞിട്ട് അതിൻ്റെ കുരു മാത്രമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളത്. എന്നിട്ട് നമുക്കിതിനൊന്ന് ഫൈനായിട്ട് പൊടിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാനിതാ ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കുക കേട്ടോ, ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അപ്പോൾ അത് മൊത്തത്തിൽ മിക്സായി കിട്ടും നമുക്ക്. ഇനി ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അര കപ്പ് പാൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളത്. സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അര കപ്പ് തൈര് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം നമുക്ക്. ഇതിപ്പോൾ ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്കിതിനൊന്ന് അരച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് നമുക്കൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഈ സമയത്ത് നമുക്ക് ഇത് വേവിക്കാനുള്ള പാന് ചൂടാക്കി എടുക്കാം. ഇതിപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ നിങ്ങൾക്കിത് കാണിക്കുന്നുള്ളത്. ചെറുതായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് പതിയെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഓവർ മിക്സ് ചെയ്യരുത്, പതിയെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിലിപ്പോൾ ഞാൻ പാലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ കണ്ടില്ലേ, ഇതിപ്പോൾ ഈ പരുവത്തിലായിരിക്കണം കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾ 10 മിനിറ്റ് വെക്കുമ്പോൾ ഇനിയിപ്പോൾ ടൈറ്റായിട്ടുണ്ടെങ്കിൽ കുറച്ച് പാല് ചേർത്ത് ഒന്ന് ലൂസാക്കി എടുക്കുക കേട്ടോ. എനിക്കിപ്പോൾ ഇവിടെ പാലൊന്നും ചേർക്കേണ്ട ആവശ്യം വന്നിട്ടില്ല, അതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇത് നമ്മൾ ഏത് ടിന്നിലാണോ ബേക്ക് ചെയ്ത് എടുക്കുന്നുള്ളത് ആ ടിന്നിലോട്ട് നമുക്ക് ഇനി ഇതൊന്ന് മാറ്റിക്കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ബട്ടർ പേപ്പറൊന്നും വെച്ചിട്ടില്ല കേട്ടോ. കുറച്ച് എണ്ണ തൂവിയിട്ട് അതിലോട്ട് കുറച്ച് മൈദപ്പൊടി ഒന്ന് തട്ടിക്കൊടുത്തതാണ്. നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുക, ഇല്ലെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാനായിരിക്കും ഒന്നും കൂടി നല്ലത്, നമുക്ക് എളുപ്പത്തിൽ എടുക്കാൻ പറ്റും കേട്ടോ. ഉണ്ടെങ്കിൽ വെച്ച് കൊടുക്കുക, ഇല്ലെങ്കിൽ ഇതേപോലെ എണ്ണ ഒന്ന് തേച്ച് കൊടുത്തിട്ട് അതിലോട്ട് കുറച്ച് മൈദ തൂവി കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് ബ്ലാക്ക് കിസ്മിസാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഏത് നട്ട്സാണോ ഉള്ളത് അത് ചേർത്ത് കൊടുക്കുക, ഇന്നതൊന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഞാനത് കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അവസാനം 4 കാഷ്യും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനെ ബേക്ക് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഇത് 35 മിനിറ്റ് മുതൽ 40 മിനിറ്റ് വരെ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. അതിപ്പോൾ 35 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ ഇവിടെ ബേക്കായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതുപോലെ ഒന്ന് കുത്തി നോക്കാം നമുക്ക്. ക്ലീനായി വന്നിട്ടുണ്ടെങ്കിൽ ബേക്കായിട്ടുണ്ടെന്നാണ്. ഇതിപ്പോൾ ഇവിടെ ക്ലീനായി വന്നിട്ടുണ്ട്, മൊത്തത്തിൽ ബേക്കായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്കൊന്ന് മാറ്റിക്കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ചൂടാറിയതിന് ശേഷമാണ് ഞാൻ കേക്ക് ടിന്നിൽ നിന്ന് മാറ്റിയിട്ടുള്ളത്. ചൂടാറുന്നതിന് മുമ്പ് നിങ്ങൾ പെട്ടെന്ന് മാറ്റിയെടുക്കരുത്, പൊടിഞ്ഞു പോകും കേട്ടോ. മൊത്തത്തിൽ ചൂടാറിയതിന് ശേഷം ഇതിന്ന് മാറ്റിയെടുക്കുക. ഇനിയിപ്പോൾ ഇത് മുഴുവനായിട്ടൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ അതിൽ നട്ട്സും കിസ്മിസും ഒക്കെ നമ്മൾ ചേർത്തെടുത്തുകൊണ്ട് കട്ട് ചെയ്യാൻ ചെറിയൊരു ബുദ്ധിമുട്ട് കേട്ടോ, വേറൊന്നുമല്ല. നല്ല സോഫ്റ്റായിട്ട് തന്നെയാണ് കേക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നട്ട്സ് കട്ട് ചെയ്യുമ്പോൾ ഒന്ന് പൊടിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് മൊത്തത്തിലൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാവേ. ഇപ്പോൾ ഞാനിവിടെ മൊത്തത്തിൽ കട്ട് ചെയ്തൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുമായിരിക്കും എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടുണ്ടെന്നും എത്രത്തോളം സോഫ്റ്റ് ആണെന്നും. ഇപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നല്ല സോഫ്റ്റാണിത്.
അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്ക് ഇതുപോലെ വൈകുന്നേരത്തെ ചായക്ക് ഉണ്ടാക്കി കൊടുക്കുക. കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. എൻ്റെ ചാനൽ പുതുതായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്ത കാണുന്ന ബെല്ലൈക്കനും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിതുപോലത്തെ പുതിയതായിട്ടുള്ള വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ നല്ലൊരു സിമ്പിൾ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്, അസ്സലാമു അലൈക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ബായ്.